കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു 3-phase സിസ്റ്റം. അതിലെ സിംഗിൾ ഫേസ് സിസ്റ്റവുമായിട്ടുള്ള ഡിഫറൻസസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം 3-phase സിസ്റ്റം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 3-phase ആൾട്ടർനേറ്റർ, അതിന് 3 ആർമേച്ചർ കോയിൽസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 3 armature coils will be there for a 3-phase alternator. ഈ 3 ആർമേച്ചർ കോയിലുകളും ഇന്റർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഫേസിനും, അതായത് 3-phase സിസ്റ്റത്തിലെ ഓരോ ഫേസിനും 2 കണ്ടക്ടറുകൾ ആവശ്യമായി വരും. സോ 3 ഫേസുകൾക്കുമായി 6 കണ്ടക്ടറുകൾ ആവശ്യമായി വരും. ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ കേബിളുകളാണ് നമ്മൾ പൊതുവിൽ യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ കേബിളിൽ തന്നെ 6 കണ്ടക്ടറുകൾ ഉണ്ടായിരിക്കും. ഇത് കാരണം സിസ്റ്റം വളരെയധികം കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസീവുമായി മാറും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു 3-phase സിസ്റ്റത്തിലെ 3 ആർമേച്ചർ കോയിലുകളും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകളാണ് ഉള്ളത്. അതിലെ ആദ്യത്തേത് സ്റ്റാർ ഓർ വൈ കണക്ഷൻ, സെക്കൻഡ് വൺ മെഷ് ഓർ ഡെൽറ്റ കണക്ഷൻ. ഈ 2 കണക്ഷനുകളും ആണ് ഒരു 3-phase സിസ്റ്റത്തിലെ 3 ഫേസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒരു 3-phase സിസ്റ്റത്തിലെ 3 ആർമേച്ചർ കോയിലുകൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ 3 ഇൻഡിപെൻഡന്റ് ആർമേച്ചർ കോയിലുകളാണ് കൊടുത്തിട്ടുള്ളത്. എ, ബി, സി എന്ന് പറയുന്ന 3 ആർമേച്ചർ കോയിലുകളും അത് ഒരു ലോഡിലേക്ക്, ഓരോ കോയിലും ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ആ ലോഡിനെ ആർ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു സിസ്റ്റത്തിൽ 3 കോയിലുകളും 3 ലോഡുകളും ആണുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 കണ്ടക്ടറുകളാണ് അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്റ്റാർ കണക്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ സ്റ്റാർ ഓർ വൈ കണക്ഷൻ. In star connection, the starting or finishing ends of 3 coils are connected together to form the neutral point. A common wire is taken out from the neutral point, which is called neutral. നമുക്കറിയാം, ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ കേബിളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു വയർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിരിക്കും. എന്താണ് ന്യൂട്രൽ എന്ന് നോക്കാം. ഒരു സ്റ്റാർ കണക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ആർമേച്ചർ കോയിലുകൾ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുമ്പോൾ അവിടെ 6 കണ്ടക്ടറുകൾ ആവശ്യമായി വരുന്നു. ഇങ്ങനെ 6 കണ്ടക്ടറുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റം വളരെയധികം കോംപ്ലിക്കേറ്റഡും അതുപോലെ എക്സ്പെൻസീവുമായി മാറും. സോ നമ്മൾ ചെയ്യുന്നത് ഈ 6 ഇൻഡിപെൻഡന്റ് കണ്ടക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ 3 ഇൻഡിപെൻഡന്റ് സിസ്റ്റത്തിനെ
ഒരൊറ്റ സിസ്റ്റമായി കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇതിന്റെ സിമിലർ എൻഡുകൾ ആയ 1, 2, 3 എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്യുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് എടുക്കുന്ന ഒരു വയറിനെ ന്യൂട്രൽ പോയിന്റ്, ഈ ഒരു പോയിന്റിനെയാണ് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രൽ പോയിന്റിൽ ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 3 ആർമേച്ചർ കോയിലുകളിലെയും ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ സം ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ എ, ബി, സി എന്ന 3 ആർമേച്ചർ കോയിലുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് IA, IB, IC എന്നിങ്ങനെയാണെങ്കിൽ ന്യൂട്രൽ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സം എന്ന് പറയുന്നത് IA പ്ലസ് IB പ്ലസ് IC ആയിരിക്കും. ഈ ഒരു 3 കറണ്ടിന്റെ സമ്മ് എപ്പോഴും 0 ആയിരിക്കും. അതായത് ഇൻ ന്യൂട്രൽ അറ്റ് എവരി ഇൻസ്റ്റന്റ്, ഒരു ഇൻസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ the total sum of 3 currents will be 0. അതുപോലെ ന്യൂട്രൽ സിസ്റ്റത്തിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. അതോടൊപ്പം ഒരു 3 ഫേസ് സ്റ്റാർ കണക്ഷൻ 2 തരം വോൾട്ടേജ് ആണ് ഉള്ളത്. ആദ്യത്തേത് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ്, അതായത് ന്യൂട്രൽ പോയിന്റിനും ഒരു സിംഗിൾ ലൈനിനും അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫേസിനും ഇൻ ബിറ്റ്വീൻ ആയി വരുന്ന വോൾട്ടേജിനെയാണ് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് അല്ലെങ്കിൽ സിംപ്ലി ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. 2 ഫേസുകൾ തമ്മിലുള്ള വോൾട്ടേജിനെയാണ് ലൈൻ ടു ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ 2 തരം വോൾട്ടേജ് ആണുള്ളത്. ഒന്ന് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് ഓർ ഫേസ് വോൾട്ടേജ്. സെക്കൻഡ് വൺ ലൈൻ ടു ലൈൻ വോൾട്ടേജ് ഓർ സിംപ്ലി ലൈൻ വോൾട്ടേജ്. ഈ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിൽ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് ഡെൽറ്റ കണക്ഷൻ. ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ എന്ന് പറയും. ഡെൽറ്റ കണക്ഷനിൽ സ്റ്റാർ കണക്ഷനിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് 3 ആർമേച്ചർ കോയിൽസും കണക്ട് ചെയ്തിരിക്കുന്നത്. The end of each coil is connected with the starting point of another coil and 3 wires are taken out from the coil joints. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിൽ 3 സിമിലർ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ കോയിലിന്റെയും 2 എൻഡുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡെൽറ്റ കണക്ഷനിൽ വരുന്ന ഡിഫറൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനിൽ തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് ഉള്ളതാണ്. ഇതിലെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷനിൽ എപ്പോഴും ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടായിരിക്കില്ല. Second difference, 3-phase 4-wire system is derived from star connection, but 3-phase 3-wire system is derived from delta connections. അതായത് സ്റ്റാർ കണക്ഷനിൽ 3 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ആൻഡ് തേർഡ് ഫേസ്. അതുപോലെ 4 വയേഴ്സ് ആണുള്ളത്. ന്യൂട്രൽ
വയറും ഉൾപ്പെടെ അവിടെ 4 വയേഴ്സ് ആണുള്ളത്. എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ 3 ഫേസസ് ഉണ്ടെങ്കിലും അവിടെ 3 വയർ മാത്രമേ ഉള്ളൂ. അതായത് ന്യൂട്രൽ വയർ അവിടെ ഉപയോഗിക്കുന്നില്ല. In star connection, line current is equal to the phase current, but in delta connection, line current is √3 times of phase current. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിഫറൻസ് ആണ്. സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ട് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഓരോ ഫേസിലെ കറണ്ടിനോടും ഈക്വൽ ആയിരിക്കും. അതായത് IL will be equal to IPH. But in delta connection, line current is √3 times of phase current. That is, IL is equal to √3 IPH. In star connection, the line voltage is √3 times of phase voltage. But in delta connection, a line voltage is equal to the phase voltage. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ്. അതായത് സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഫേസ് കറണ്ടിനോട് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ടിനോട് ഈക്വൽ ആയിരിക്കില്ല. അവിടെ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് കറണ്ട് ആയിരിക്കും. പക്ഷെ ഡെൽറ്റ കണക്ഷനിൽ കറണ്ടിന് പകരം ഈക്വൽ ആയിട്ടുള്ളത് വോൾട്ടേജ് ആണ്. അതായത് ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ഫേസ് വോൾട്ടേജ്. ഡെൽറ്റ കണക്ഷനിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒന്നായിരിക്കും. പക്ഷെ അവിടെ സ്റ്റാർ കണക്ഷനിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് √3 ടൈംസ് ഓഫ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് VL ഈക്വൽ ടു √3 VPH. ഈ ഒരു രണ്ട് സിസ്റ്റത്തെ കുറിച്ചുള്ള പ്രോബ്ലംസ് ആകെ ചെയ്യാൻ വരുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. ലൈൻ കറണ്ടിന്റെയും ലൈൻ വോൾട്ടേജിന്റെയും ഇക്വേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ മറ്റൊരു ഡിഫറൻസ് ആണ് പവർ. പവർ എന്ന് പറയുന്നത് രണ്ട് കണക്ഷനുകളിലെയും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് പവർ P is equal to √3 into VI. In star connection, the speed of star connected motors are slow as they receive 1/√3 voltage. നമുക്കറിയാം സ്റ്റാർ കണക്ഷനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1/√3 ടൈംസ് ഓഫ് ലൈൻ വോൾട്ടേജ് ആയിരിക്കും. അത് കാരണം സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള മോട്ടോറുകളിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. അതായത് മോട്ടോഴ്സ് റൺ ചെയ്യുന്നത് സ്ലോ ആയിട്ടായിരിക്കും. എന്നാൽ the speeds of delta connected motors are high because each phase gets the total line voltage. എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ വോൾട്ടേജുകൾ ഈക്വൽ ആയ കാരണം, അതായത് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയ കാരണം അവിടെ കണക്ട് ചെയ്യുന്ന മോട്ടോറുകളുടെ സ്പീഡ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. Next difference, in star connection the phase voltage is low as 1/√3 of the line voltage. Therefore it needs a low number of turns, hence saving copper. സ്റ്റാർ കണക്ഷനിൽ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ലൈൻ വോൾട്ടേജിന്റെ 1/√3 ടൈംസ് ആണ് വരുന്നത്. അത് കാരണം ലോ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ കോപ്പർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വൽ ആയ കാരണം മോർ നമ്പർ ഓഫ് ടേൺസ് ആവശ്യമായി വരും, വിച്ച് ഇൻക്രീസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം. മറ്റൊരു ഡിഫറൻസ്, ലോ ഇൻസുലേഷൻ റിക്വയർഡ്. സ്റ്റാർ കണക്ഷനിൽ ഇൻസുലേഷൻ കുറവ് മതി, എന്നാൽ ഡെൽറ്റ കണക്ഷനിൽ ഹൈ ഇൻസുലേഷൻ ഈസ് റിക്വയർഡ്.